അസ്സലാമു നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു സ്പെഷ്യൽ ഗോബി മഞ്ചൂരിയൻ ആണ്. സാധാരണ നമ്മൾ ഗോബി മഞ്ചൂരിയൻ ഉണ്ടാക്കുന്ന സമയത്ത് ഒരുപാട് സോസുകൾ മൈദയൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. പക്ഷെ നമ്മളിതിൽ സോസോ മൈദയോ ഫുഡ് കളറോ ഒന്നും തന്നെ ചേർക്കാതെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ സോസുകളൊക്കെ ആണെങ്കിലും അധികം ഉപയോഗിക്കാത്തവർക്കും തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നൊന്ന് നോക്കാം. ഞാനിപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു 1/2 കിലോ കോളിഫ്ലവർ ഇതുപോലെ അടർത്തിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഒരുപാട് ഞാനങ്ങ് ചെറുതാക്കിയിട്ടില്ല, ഈ ഒരു വലിപ്പത്തിൽ നമ്മൾ അടർത്തിയെടുക്കുക. കോളിഫ്ലവർ ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഈ കോളിഫ്ലവറിലേക്ക് അതൊന്ന് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ചിട്ട് വരണം. അപ്പോൾ ഇതിവിടെ നിന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഒരു 1-2 മിനിറ്റ് നമുക്ക് ഇതുപോലെ തന്നെ ഇട്ടൊന്ന് തിളപ്പിച്ചിട്ടെടുക്കാം. അപ്പോൾ ഒരു 2 മിനിറ്റിന് ശേഷം ഞാൻ ഈ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നമുക്കൊരു അരിപ്പയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് കളഞ്ഞിട്ടെടുക്കണം. അപ്പോൾ ഈ കോളിഫ്ലവറിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് തന്നെ പോയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കണം. ഞാൻ ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതും 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കണം. ആദ്യം നമുക്കൊരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ശേഷം നോക്കിയിട്ട് നമുക്ക് വീണ്ടും ചേർത്ത് കൊടുക്കാവുന്നതാണ്. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. വീണ്ടും ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്യുകയാണ്. ഞാനിതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ടോട്ടൽ. നല്ലപോലെ തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. കൂടാതെ ഞാൻ ഇതിലേക്ക് ഒരു ചെറിയ സവാള ഇതുപോലെ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ക്യാപ്സിക്കം ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് രണ്ടിലേക്കും ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുകയാണ്. ഈ ചട്ടിയിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് അത്യാവശ്യം ഒന്ന് ചൂടായിട്ട് കിടക്കുകയാണ്. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ഈ സവാള ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ചെറിയതായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുകയാണ്. ഒരുപാടങ്ങ് ഫ്രൈ ആയിട്ട് പോകരുത്, അതിൻ്റെ കളറൊന്നും മാറിപ്പോകാതെ ശ്രദ്ധിക്കണം. 1 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്കിത് എണ്ണയ്ക്കകത്തുനിന്ന് കോരിയെടുക്കാവുന്നതാണ്. സവാളയുടെ അകം ഒന്ന് ജസ്റ്റ് വെന്ത് കിട്ടിയാൽ മതി. അപ്പോൾ ഈ സവാള ഞാൻ ഈ ഓയിലിനകത്തുനിന്ന് കോരിയെടുത്ത് മാറ്റാണ്. ഇതുപോലെ കളറൊന്നും മാറാതെ തന്നെ നമ്മൾ ചെറിയതായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കുക. സവാള ഫ്രൈ ചെയ്തതുപോലെ തന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഈ ക്യാപ്സിക്കം കൂടെ ഇട്ട് കൊടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ക്യാപ്സിക്കം നമ്മൾ 1 മിനിറ്റോളം ഇട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുത്താൽ മതി. അപ്പോൾ ഇത് ഞാൻ എണ്ണയ്ക്കകത്തുനിന്ന് കോരി മാറ്റുകയാണ്. അതിൻ്റെ കളറൊന്നും മാറിപ്പോയിട്ടില്ല. പിന്നെ നമുക്കിതിലേക്ക് നമ്മൾ മസാലയൊക്കെ പുരട്ടി വെച്ചിരിക്കുന്ന ഈ കോളിഫ്ലവർ ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. 2-3 തവണയായിട്ടാണ് ഞാനിതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കുന്നത്. നല്ലപോലെ കോളിഫ്ലവർ ഒന്ന് മൊരിഞ്ഞിട്ട് കിട്ടണം. അപ്പോൾ നന്നായിട്ട് തന്നെ ഈ കോളിഫ്ലവറുടെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അതിൻ്റെ കളറൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. ഇത് ഞാൻ എണ്ണയ്ക്കകത്തുനിന്ന് കോരി മാറ്റാണ്. ബാക്കിയുള്ള കോളിഫ്ലവറും കൂടെ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. കോളിഫ്ലവർ എല്ലാം തന്നെ ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു പാനിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത എണ്ണ തന്നെ ഒരു 3 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുകിട്ടൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും ഒരു 2 പച്ചമുളക് ഇതുപോലെ നെടുക കീറിയതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് കറിവേപ്പിലയും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് സവാളയാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് 2 മീഡിയം വലിപ്പമുള്ള സവാള ഇതുപോലെ ചെറിയതായിട്ട് അരിഞ്ഞെടുത്തിരിക്കുന്നതാണ്. ഈ സവാളയും കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. സവാള ഒന്ന് പെട്ടെന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ സവാള നമുക്ക് നല്ല പോലെ തന്നെ ഒന്ന് വഴറ്റിയിട്ടെടുക്കണം. നല്ല പോലെ തന്നെ നമ്മളിതൊന്ന് വഴറ്റിയിട്ടെടുക്കണം, എന്നാലേ നമ്മുടെ കറിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവത്തുള്ളൂ. ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. സവാള ആണെങ്കിലും നല്ലപോലെ തന്നെ ഇവിടെ വഴണ്ടി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ ഈ ഒരു റെസിപ്പിക്ക് വേണ്ടിയിട്ട് കാശ്മീരി മുളക് പൊടി തന്നെ എടുക്കുന്നതാണ് നല്ലത്. കാരണം കറിക്ക് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് കാശ്മീരി മുളക് പൊടി തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കണം. കാശ്മീരി മുളക് പൊടി ആയതുകൊണ്ട് തന്നെ 1.5 ടേബിൾ സ്പൂൺ ഒക്കെ ചേർത്ത് കൊടുത്താലും ഒരുപാട് എരിവൊന്നും കാണില്ല. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതും ഒരു 3/4 ടീസ്പൂൺ അളവിൽ മീറ്റ് മസാലയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്.
പൊടികളെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ പൊടികളുടെ ആണെങ്കിലും ഒരു പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ തീരെ ചെറിയൊരു തക്കാളി ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. വലിയ തക്കാളി ആണെങ്കിൽ അതിൻ്റെ ഒരു പകുതി ചേർത്ത് കൊടുത്താൽ മതി. തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് തന്നെ ഞാൻ ഇളക്കി കൊടുക്കുകയാണ്. ഇനി മൂടി വെച്ച് അടച്ചു കൊടുത്തിട്ട് ഒരു 1-2 മിനിറ്റോളം നമുക്ക് ആ തക്കാളി ഒന്ന് വേവിച്ചിട്ടെടുക്കണം. തക്കാളി ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഉടച്ചിട്ട് കൊടുത്താൽ മതി. ഉപ്പ് നോക്കിയിട്ട് കുറച്ച് ഉപ്പും കൂടെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. തക്കാളി ആണെങ്കിൽ നന്നായിട്ട് തന്നെ ഒന്ന് ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ സവാളയും തക്കാളിയും നമ്മൾ നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയിട്ടെടുക്കണം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ വെള്ളം മാത്രമായിട്ട് ചേർത്ത് കൊടുക്കുന്നതിന് പകരം നമ്മൾ കടയിൽ നിന്നൊക്കെ ഗോബി മഞ്ചൂരിയൻ വാങ്ങിക്കുന്ന സമയത്ത് ഗ്രേവി കുറച്ചൊന്ന് കുറുകിയിട്ടൊന്ന് തിക്കായിട്ടല്ലേ ഇരിക്കുന്നത്. അപ്പോൾ അതുപോലെ കിട്ടാൻ നമുക്ക് ഈ വെള്ളത്തിലേക്ക് 1 ടീസ്പൂൺ അളവിൽ കോൺഫ്ലവർ കൂടി മിക്സ് ചെയ്തിട്ട് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഗ്രേവി നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പോലെ തന്നെ ചെറുതായിട്ടൊന്ന് കുറുകിയിട്ട് കിട്ടും. ഇനി ഈ വെള്ളം ഒന്ന് ചെറുതായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ കോളിഫ്ലവർ എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കോളിഫ്ലവറും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. കോളിഫ്ലവറും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഈ മൂടി വെച്ച് അടച്ചു കൊടുത്തിട്ട് ഒരു 2 മിനിറ്റ് ഇതൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം. ഫ്രൈ ചെയ്തെടുത്തായതുകൊണ്ട് ഒരുപാട് നേരം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. മസാലയൊക്കെ കോളിഫ്ലവറിൽ നന്നായിട്ടൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു 2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തിട്ടെടുത്താൽ മതി. അപ്പോൾ ഇതൊരു 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി മൂടി തുറന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ നേരത്തെ ചെറിയതായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ഈ ക്യാപ്സിക്കവും ഈ സവാളയും കൂടെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് തന്നെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഈ ഒരു സമയത്ത് ഞാനിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഉപ്പ് നോക്കിയിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഈ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. ലാസ്റ്റ് നമ്മൾ ഇതുപോലെ ഒരു പച്ചമുളക് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ്. ആ ഒരു പച്ചമുളകിൻ്റെ ഒരു ഫ്ലേവർ നമുക്ക് കിട്ടും. അപ്പോൾ സോസോ ഫുഡ് കളറോ മൈദയോ ഒന്നും ഉപയോഗിക്കാതെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഗോബി മഞ്ചൂരിയൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. നമുക്കിത് അപ്പത്തിൻ്റെ കൂടെയോ ചപ്പാത്തിയോ ഫ്രൈഡ് റൈസിൻ്റെ കൂടെ എല്ലാം കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മളെ അറിയിക്കുക. പിന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിൽ കാണുന്ന ബെൽ ഐക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ റെസിപ്പികളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്ക് നല്ലൊരു വിഭവമായിട്ട് കാണാം.